ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ബ്ലൗസിൻ്റെ ഹൂക്കും അതുപോലെ തന്നെ ഐയും നമ്മൾ എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഹെമ്മിങ് ചെയ്തെടുക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു വരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇത് എവിടെയാണോ നമുക്ക് തുന്നിയെടുക്കേണ്ടത് ആ ഒരു ഭാഗത്ത് നമ്മളൊരു മാർക്കിംഗ് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇതിന് വേണ്ടി നൂല് എടുക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ 2 ഇഴ നൂല് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള നീളത്തിനനുസരിച്ച് നിങ്ങൾക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു നൂലിനെ ഇതുപോലെ 2 ഇഴയാണ് നമ്മൾ എടുക്കേണ്ടത്. 2 ഇഴ എടുത്തതിന് ശേഷം നമ്മളിതിനെ സൂചിയിൽ കോർത്തെടുത്ത് അപ്പോൾ നമുക്കിതിപ്പോൾ 4 ഇഴയായി. അപ്പോൾ 4 ഇഴയും കൂട്ടി നമ്മൾ ഒരിക്കലും കെട്ടുകൊടുക്കാൻ പാടില്ല. നമ്മൾ ഇതിൽ കോർത്തെടുത്തിട്ടുള്ള 2 ഇഴ മാത്രം എടുത്ത് ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുത്താൽ നമുക്കിവിടെ കെട്ട് കിട്ടും. ഈ ഒരു ഭാഗത്ത് നമുക്ക് കെട്ട് കിട്ടും. അതായത് 2 നൂലിൽ മാത്രമാണ് നമ്മൾ കെട്ട് കൊടുത്തത്. അപ്പോൾ 2 നൂല് നമുക്കിവിടെ ഫ്രീ ആയിട്ടാണ് ഉള്ളത്, അല്ലേ? ഇനി നമുക്ക് എവിടെയാണോ നമുക്ക് മാർക്കിംഗ് കൊടുക്കാനുള്ളത് ആ ഒരു സ്ഥലത്ത് നമുക്ക് ലൂപ്പ് തുന്നുന്നതിനുള്ള ഇതുപോലൊരു മാർക്കിംഗ് കൊടുക്കും. അപ്പോൾ ആ ഒരു മാർക്കിംഗ് ഇതുപോലെ കൊടുത്തതിന് ശേഷം ആ ഒരു മാർക്കിൻ്റെ അടിവശത്തു കൂടി സൂചിയെ ഇതുപോലെ കുത്തിയെടുക്കും. അതായത് നമുക്ക് ആ ഒരു മാർക്ക് സെൻറ്ററിൽ വരുന്ന രീതിയിൽ വേണം തുന്നിയെടുക്കാൻ. അതുപോലെ തന്നെ ഒരു 1/4 ഇഞ്ച് നീളം നമ്മൾ ഇതിന് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിവിടെ ഇതുപോലെയാണ് തുന്നിയെടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് ഈ ഒരു കുത്തിയെടുത്തിട്ടുള്ള ആ ഒരു ഭാഗത്തും ഇതുപോലെ തുന്നിയെടുക്കുക. ഇനി നമുക്ക് ഇവിടെയും തുന്നിയെടുക്കണം. അതായത് ഞാനിത് പറഞ്ഞു തരാം നിങ്ങൾക്ക്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ഇവിടെ ഒരു കുത്ത് കൊടുത്തു, ഇവിടെയും നമ്മൾ കുത്തി. അപ്പോൾ നമുക്ക് 2 കുത്ത് നമ്മളിവിടെ കൊടുത്തു. ഇനി നമുക്കിവിടെ മൂന്നാമതായിട്ട് ഇതുപോലെ കുത്തിയെടുക്കുക. ഇവിടെ 4. ഇതുപോലെ നിങ്ങൾക്ക് 9 തവണയെങ്കിലും ചുരുങ്ങിയത് നിങ്ങൾ കുത്തിയെടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ലൂപ്പിന് വേണ്ട പെർഫെക്ഷനും അതുപോലെ തന്നെ അതിൻ്റെ തിക്കും നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുപോലെ കുത്തിയെടുത്ത് കറക്റ്റ് എണ്ണി പഠിക്കുക തന്നെ ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്കത് വൃത്തിയോടുകൂടി ഹെമ്മി ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുപോലെ 9 തവണ കുത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് കൂടുതൽ ടൈറ്റ് ഉണ്ടാകാൻ പാടില്ല, ചെറിയൊരു ലൂസ് കിട്ടണം ഇവിടെ. അതായത് നമുക്ക് ഈ ഒരു സൂചിയൊക്കെ ഇതുപോലെ കടത്തി വിടുന്ന സമയത്ത് നല്ലൊരു ഫ്രീ ആയിട്ട് പോകുന്ന രീതിയിൽ നമുക്കിവിടെ കിട്ടണം. അതിനുശേഷം നമ്മൾ ഇതുപോലെ വെച്ച് ഈ ഒരു സൂചി ഇതിൻ്റെ ഉള്ളിൽ കൂടി കടത്തി ഇതിൻ്റെ മുകളിൽ കൂടി ഇതുപോലെ ചുറച്ചെടുക്കുക. ഇതുപോലെ ചുറച്ചെടുത്ത് വലിച്ച് ടൈറ്റ് ചെയ്യുക. കണ്ടോ, ഇതുപോലെ വലിച്ച് ടൈറ്റ് ചെയ്യുക. ഇതുപോലെ വെച്ച് ഇവിടെ വലിച്ച് ഈ ഒരു രീതിയിൽ നല്ലവണ്ണം ഒന്ന് ടൈറ്റ് ചെയ്യണം. വലിച്ച് ഒറ്റ വലിയിൽ തന്നെ ഇതുപോലെ ടൈറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ആ ഒരു ലൂപ്പിൻ്റെ പെർഫെക്ഷൻ നമുക്ക് കിട്ടുകയുള്ളൂ. ഇതുപോലെ തുന്നി നമുക്ക് ഈ ഒരു സൈഡ് വരെ നമ്മൾ ഇതുപോലെ തുന്നിയെടുക്കുക. അതായത് ഈ ഒരു സൈഡ് വരെ ഈ ഒരു രീതിയിൽ നമ്മൾ തുന്നിയെടുത്തതിന് ശേഷം നമുക്കിവിടെ നമ്മൾ ഏത് ഭാഗത്തേക്കാണോ വലിക്കുന്നത് ആ ഒരു ഭാഗത്തേക്കാണ് ലൂപ്പ് പതിഞ്ഞ് നിൽക്കുക. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് അതായത് ഈ ഒരു സൈഡ് കുത്തറ്, ഈ ഒരു സൈഡിൽ കുത്തി നമ്മളിതിനെ ഉള്ളിലേക്ക് നൂലിനെ കടത്തിയെടുക്കുക. അപ്പോൾ നമുക്ക് ആ ലൂപ്പ് നിവർന്ന് വരുന്നത് കാണാം. കണ്ടോ, ലൂപ്പ് കണ്ടോ നിവർന്ന് വന്ന് നിൽക്കുന്നത് കണ്ടോ? ഇതുപോലെ ലൂപ്പ് നിവർന്ന് വന്ന് നിൽക്കും. കണ്ടോ, ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടണം. ഇതിനെ നമുക്ക് ഇതിൻ്റെ അടിവശത്ത് ഒരു 2-3 തവണ കെട്ടിട്ട് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ നേരത്തെ തുന്നിയ രീതിയിൽ തന്നെ ചുറച്ച് ഈ രീതിയിൽ കെട്ടിട്ട് കൊടുത്ത് നമുക്കിവിടെ നൂല് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ലൂപ്പ് തുന്നി. അപ്പോൾ നമുക്ക് ഈ ഒരു ലൂപ്പിൻ്റെ കണ്ടോ ആ ഒരു ടമ്പർ കണ്ടോ നിങ്ങൾ? അതായത് നമുക്ക് വിരൽ കൊണ്ട് തൊടുന്ന സമയത്ത് തന്നെ, നഖം കൊണ്ട് തൊടുന്ന സമയത്ത് തന്നെ ആ ഒരു ലൂപ്പ് കണ്ടോ, അതിൻ്റെ ആ ഒരു ടമ്പർ കൊണ്ടാണ് ലൂപ്പ് ഇതുപോലെ നിൽക്കുന്നത്. ഇതുപോലെയൊക്കെ ലൂപ്പ് തുന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർഷങ്ങളോളം ഒരു കേടുപാടും സംഭവിക്കാത്ത രീതിയിൽ നമുക്ക് ലൂപ്പ് നിലനിർത്തിയെടുക്കാൻ കഴിയും. ഇനി അതുപോലെ തന്നെ ഹൂക്ക് വെക്കുകയാണ്. അപ്പോൾ ഹൂക്ക് തുന്നുന്ന സമയത്തും നമ്മൾ ഇതുപോലെ തന്നെ 2 ഇഴ നൂലിൽ മാത്രമേ ചെയ്തെടുക്കാവൂ. ഒരിക്കലും 4 ഇഴയിൽ ചെയ്യരുത്. 4 ഇഴയിൽ ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ടൈറ്റ് ഒരിക്കലും നിങ്ങൾക്കത് കിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ 2 ഇഴ നൂലെടുത്തിട്ടുണ്ട്. നേരത്തെ ലൂപ്പിന് വേണ്ടി കെട്ട് കൊടുത്തതുപോലെ തന്നെ ഒരു സൈഡിൽ കെട്ട് കൊടുത്തു. നമ്മൾ ഈ ഒരു ഹൂക്കിനെ നമ്മൾ ആദ്യം ഇതുപോലെ ഒന്ന് ഇതിൻ്റെ ഈ ഒരു ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് വിടർത്തി കൊടുക്കുക. അതിനുശേഷം കണ്ടോ നമുക്ക് 2 ഭാഗവും വിടർത്തി കിട്ടി. ഇനി അതിനുശേഷം നമുക്ക് ഹൂക്ക് നമുക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇവിടെ നിന്ന് നമുക്ക് ഇതുപോലെ ഇതിൻ്റെ ഉള്ളിൽ കൂടി കുത്തിയെടുത്ത് നേരത്തെ നമ്മൾ ലൂപ്പിനൊക്കെ തുന്നിയിട്ടില്ലേ അതേ രീതിയിൽ തന്നെ സൂചിയിൽ ഇതുപോലെ ചുറച്ചെടുത്ത് തുന്നിയെടുക്കുക. ഇവിടെ നമുക്കൊരു 7-8 തവണ നമുക്കിതുപോലെ തുന്നിയെടുക്കാം. പലരും കാണാറുണ്ട് 2-3 തുന്നൊക്കെ തുന്നിയിട്ട്
ഇതുപോലെ ഹൂക്കൊക്കെ വെച്ചിട്ട് കാണാറുണ്ട്. അതൊക്കെ ഒരു 2-3 തവണ ബ്ലൗസൊക്കെ ധരിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു ഹൂക്കൊക്കെ ഇളകിപ്പോകും. ഇനി നമുക്ക് ഈ ഒരു തുന്നി നിർത്തിയ ആ ഒരു സ്ഥലത്ത് നിന്ന് രണ്ടാമത്തെ ഈ ഒരു ഹോളില്ലേ, രണ്ടാമത്തെ സൈഡിലുള്ള ആ ഒരു ഹോളിലേക്ക് ഇതുപോലെ തുന്നിയെടുക്കുക. കണ്ടോ, ഇതുപോലെ തുന്നിയെടുത്ത് ആ ഒരു ഭാഗത്ത് നമ്മൾ നേരത്തെ ആദ്യത്തെ റൗണ്ടിൽ തുന്നിയതുപോലെ തന്നെ ഇതുപോലെ തുന്നിയെടുക്കണം. കണ്ടോ, അപ്പോൾ നമ്മൾ ഇവിടെയും തുന്നിയെടുത്തു. അതിനുശേഷം നമുക്ക് ആ ഒരു തുന്നി നിർത്തിയിട്ടുള്ള ആ ഒരു ഭാഗത്ത് നിന്ന് ആ ഒരു ഭാഗം തുന്നി നിർത്തിയിട്ടില്ല, കണ്ടോ, നല്ല വൃത്തിയോടുകൂടി തുന്നിയത് കണ്ടോ. ഇനി നമുക്ക് ആ ഒരു തുന്നി നിർത്തിയിട്ടുള്ള ഭാഗത്ത് നിന്ന് നമുക്ക് ഈ ഒരു സൈഡിലേക്ക് ഇതുപോലെ വലിച്ചെടുക്കുക. കണ്ടോ, ഇതുപോലെ വലിച്ചെടുത്തതിന് ശേഷം ഈ ഒരു റൗണ്ട് വരുന്ന ആ ഒരു ഭാഗമില്ലേ, ആ ഒരു കുളത്ത് വരുന്ന ആ ഒരു ഭാഗത്ത് ഇതിൻ്റെ ഉള്ളിൽ കൂടി നൂലിനെ കടത്തി ഇതുപോലെ ചുറച്ച് ഇതിൻ്റെ ഉള്ളിൽ കൂടി വെച്ച് ഒരു 4-5 തവണയെങ്കിലും ഇവിടെയും നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്തു കൊടുക്കണം. ഇതുപോലെ വലിച്ച് ടൈറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് പുറത്ത് 2-3 തവണ ഇവിടെ ഒരു കെട്ടിട്ട് കൊടുത്ത് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെയും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിവിടെ ഹൂക്ക് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഹൂക്കിൻ്റെ സൈഡ് വശമൊക്കെ കണ്ടോ, നല്ല വൃത്തിയോടുകൂടി നമ്മളിവിടെ തുന്നിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഹൂക്കിൻ്റെ ഐയും നമുക്ക് തുന്നിയെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.